ഒന്നുപോലെ മറ്റൊന്നില്ല. ഈ പ്രകൃതിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം, മനോഹാരിത, സുഖം, മധുരിമ എല്ലാം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം യുണീക്കാണ്. ജീവനുള്ള ഏത് വസ്തു എടുത്താലും അതെല്ലാം യുണീക്കാണ്. നമുക്ക് വേണമെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കുന്ന മെഷീനുകൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഭാഗമായി നാം നിർമ്മിക്കുന്ന ഓരോ വസ്തുക്കൾ ഒരുപോലെ തന്നെ ഒരേ ഡിസൈനിൽ എത്ര വേണോ നമുക്ക് എണ്ണം ഉണ്ടാക്കാം. പക്ഷേ അതേസമയം പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം യുണീക്കാണ്. ഇരട്ട കുട്ടികളെ എടുത്തു നോക്കൂ, അവർ പോലും സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാൽ യുണീക്കാണ്, അല്ലെങ്കിൽ തനതാണ്. എല്ലാം തനതാണ്. ഈ ഭൂമിയിലുള്ള സകല സാധനങ്ങളും തനതാണ്. അതുകൊണ്ട് തന്നെ കമ്പാരിസനൊന്നും ഒരു സാധ്യതയുമില്ല. നിന്നെപ്പോലെ ഇരിക്കുന്നു, അവനെപ്പോലെ ഇരിക്കുന്നു, അവളെപ്പോലെ ഇരിക്കുന്നു, അവളെപ്പോലെ ആവുക, അവനെപ്പോലെ ആവുക, അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്നതിനകത്തൊന്നും ഒരു കാര്യവുമില്ല. എല്ലാത്തിനും ഒരു തനതാണ്. അത് യുണീക്കാണ്. അതിൻ്റേതായ സൗന്ദര്യമുണ്ട്, അതിൻ്റേതായ ഒരു മനോഹാരിതയുണ്ട്, അതിൻ്റേതായ ഘടകങ്ങളുണ്ട്, അതിൻ്റെ നന്മകളുണ്ട്. ഓരോ വിഷയങ്ങളും ഓരോ വ്യക്തികളും ഒക്കെ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാൽ തീർച്ചയായും യുണീക്കാണ്. കഴിവുകളുള്ളവരാണ്, വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്, വ്യത്യസ്തമായ സൗന്ദര്യമുള്ളവരാണ്, സൗന്ദര്യബോധമുള്ളവരാണ്. അതുപോലെ തന്നെ കാഴ്ചയിൽ, അതുപോലെ പ്രവൃത്തിയിൽ, സ്വഭാവത്തിൽ എത്ര വ്യത്യസ്തമാണ്. നമ്മൾ ശീലങ്ങളിൽ, ഭക്ഷണശീലങ്ങളിൽ എത്ര വ്യത്യസ്തമാണ്. ഒരേ ആഹാരം എല്ലാവർക്കും, ഒരു സദ്യയ്ക്ക് തന്നെ ഒരേപോലെ എല്ലാവർക്കും സദ്യയ്ക്ക് വിളമ്പുമ്പോൾ പോലെ പലരും കഴിച്ചു തുടങ്ങുന്നത് പല രൂപത്തിലാണ്. പല കറികളുമാണ് പലരും എടുത്ത് കഴിക്കുന്നത്, പല വിധത്തിലാണ്. അപ്പോൾ ഒരു കാരണവശാലും ഒന്നുപോലെ നമുക്ക് മറ്റൊന്നുണ്ടെന്ന് പ്രകൃതിയിൽ പറയാനാകില്ല. എല്ലാം യുണീക്കാണ്. ആ യുണീക്നെസ്സാണ് പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവിടെ അവസരമുണ്ട്. എല്ലാം മനോഹരമാണ്, തനതുമാണ്.